നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫൊറിയർ സീരീസ് ഓഫ് ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പണ്ട് പഠിക്കുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. നമ്മൾ ഇത്രയും സമയം പഠിച്ചിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ ഇന്റർവെല്ല് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. 0,2π ആ ഒരു ഫോമിലുള്ള ഇന്റർവെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനിയിപ്പോ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ -L12 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലുള്ള ഇന്റർവെല്ലിലേക്ക് പോകാൻ പോവാം. അപ്പോൾ ഇങ്ങനെ -π to π അല്ലെങ്കിൽ ജനറലി -L12 എന്നൊക്കെ പറയുന്ന ഇന്റർവെൽ വരുന്ന കേസിൽ നമ്മുടെ ഫൊറിയർ സീരീസ് ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പൊ ഫൊറിയർ സീരീസ് ഓഡ് ആകുമ്പോഴും ഈവൻ ആകുമ്പോഴും ഫൊറിയർ സീരീസിന്റെ ആ ഒരു ജനറൽ ആയിട്ടുള്ള ഫോർമുലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ കുറച്ച് പ്രോബ്ലംസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു പോർഷനകത്തുനിന്ന് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് എടുക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഓഡ് ഫംഗ്ഷൻ, എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പൊ ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ ആദ്യം ഞാൻ ഒരു f(x) = x² എന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതി. ഇത് ഓഡ് ആണോ ഇത് ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് f(-x) ഒന്ന് കാണുക. f(-x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഫംഗ്ഷൻ f(x)നകത്ത് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം, -x. അപ്പൊ x is -x whole square. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുന്നു, x² എന്ന ആൻസർ കിട്ടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² എന്താണ്, f(x) ആണ്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്താണ് ഇപ്പൊ ആൻസർ കിട്ടിയത്, f(-x) എന്ന് കിട്ടി. അപ്പോൾ ഇത് ഈവൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. f(-x) f(x) എന്ന് കിട്ടിയാൽ ഈവൻ ആണെന്ന് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ, f(x) ഒരു സെക്കൻഡ്, f(x) എന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ f(-x) കാണുന്നത്. അപ്പൊ എക്സിന്റെ അവിടെ മൈനസ് ഉണ്ട്. അപ്പൊ -x അതായത് -f(x) ഇതെന്തോ എന്തായി, ഓഡായി മാറി. അപ്പൊ ഓഡിന്റെ എന്താണ്, f(-x) കിട്ടിയാൽ ഓഡെന്നും f(-x) കിട്ടിയാൽ ഈവൻ എന്നുമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഓഡിന്റെ ആ ഒരു റിസൾട്ടും ഈവന്റെ ആ ഒരു റിസൾട്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. sin x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. cos x എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇതെങ്ങനാ, അതായത് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, sin of -θ എന്ന് പറയുന്നത് -sin θയും cos of -θ എന്ന് പറയുന്നത് cos θയും ആണ്. അപ്പൊ നിങ്ങൾ എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് sin x f(x) sin x ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, f(-x) ഒന്ന് കണ്ടുപിടിക്കണം. f(-x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin of x ഉള്ളിടത്ത് മൈനസ്, അപ്പൊ sin of -x. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്, ഈ ടിക്കിട്ട പ്രോപ്പർട്ടി വെച്ചിട്ട് sin of -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, -sin x അല്ലേ. അതായത് നമുക്ക് എന്താ കിട്ടുന്നത്, -sin x എന്താണ്, നേരെ നോക്കൂ f(x). അപ്പോ f(-x) -f(x) ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ? ഇതേപോലെ തന്നെയാണ് cos x ചെയ്യുമ്പോൾ ഈവൻ ഫംഗ്ഷൻ എന്ന് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഓഡ് ഫംഗ്ഷനും ഒരു ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു, ഒരു ഓഡ് ഫംഗ്ഷനും മറ്റൊരു ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു, രണ്ട് ഈവൻ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു. ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിനെ നിങ്ങൾ മൈനസ് ആയിട്ടും ഈവനെ നിങ്ങൾ പ്ലസ് ആയിട്ടും സങ്കല്പിക്കുക. -a ഇൻറ്റു പ്ലസ് എന്താണ്, -a ഇൻറ്റു പ്ലസ് മൈനസ് അല്ലേ. അതായത് ഓഡാണ് വരുന്നത്, ഓഡാണ് വരുന്നത്.
ക്ലിയർ? അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്താണ്? ഓടാണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഓഡ് എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് അല്ലേ? ഓഡ് ഇൻറ്റു ഓഡ് എന്താണ്? ഈവൻ ആണ്. ക്ലിയർ? ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? പ്ലസ് ഇൻറ്റു പ്ലസ് എന്താണ്? പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈവൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പണ്ട് ഇന്റഗ്രേഷനകത്ത് പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 into integral 0 to a f of x dx if f of x is odd, sorry, even odd alla even, f of x is even, 0 if f of x is odd. So f of x odd ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്തായി മാറും? 0 ആയി മാറും. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 into ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫൊറിയർ സീരീസിന്റെ ഓഡിന്റെ ഈവന്റെയും ഫോർമുലാസ് എഴുതുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആയാൽ, എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആയാൽ നമ്മുടെ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ ആയി മാറുന്നു. അതായത് ഈവൻ ഫംഗ്ഷനിൽ ബി എൻ എന്ന് പറയുന്നത് 0 ആയി മാറും. ഇനി എ നോട്ടിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയി മാറുന്നു. അടുത്തത് എന്റെ ഫോർമുല 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആയി മാറും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ ആയാലോ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയാൽ നമ്മുടെ ഫൊറിയർ സീരീസിനകത്തുള്ള എ നോട്ടും എ എന്നും 0 ആയി മാറുന്നു. ബി എൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫൊറിയർ സീരീസിന് ജനറൽ ആയിട്ടുള്ള ഫോം അപ്പൊ എന്തായി മാറുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആയി മാറുന്നു. ഇവിടെ ബി എന്നിന്റെ ഫോർമുല എന്താണ്? ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആയി. അപ്പൊ ഇനിയിപ്പോ ഓഡ് ഫംഗ്ഷന്റെ ഈവൻ ഫംഗ്ഷന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ഇന്റർവെല്ല് മൈനസ് എൽ ടു എൽ എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലാണെങ്കിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ മൈനസ് എൽ ടു എൽ എന്ന് പറയുന്ന ഫോമിലുള്ള ഇന്റർവെല്ലില് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഓഡോ ഈവനോ ആണോ നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ചില ഫംഗ്ഷൻസ് ചിലപ്പോൾ ഈ മൈനസ് പൈ ടു പൈ അല്ലെങ്കിൽ മൈനസ് എൽ ടു എൽ അല്ലെങ്കിൽ മൈനസ് 1 to 1 എന്നൊക്കെ പറയുന്നതിൽ തന്നെ നമുക്ക് ഓഡോ ഈവനോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫംഗ്ഷൻസും വരാം. ഓക്കെ. നെയ്തർ ഈവൻ ഓർ ഓഡ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഓക്കെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് f of x is equal to x sin x in minus pi to pi. മൈനസ് പൈ ടു പൈ എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള ഇതാണ്.
ഈ ക്വസ്റ്റ്യൻ 2016 ഓഗസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്, 2018 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, 2018 തന്നെ ഏപ്രിലിൽ ആദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇന്റർവെൽ തന്നേക്കുന്നത് -5 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം, -LPL എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ നമ്മൾ ഇത് തന്നിട്ടുള്ളത് ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സൊല്യൂഷൻ, ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പീരീഡ് നമ്മൾ എഴുതുന്നു. പീരീഡ് എന്താണ്, 12 = π - അതായത് 12 = 2π എന്ന് കിട്ടുന്നു, L = π എന്ന് കിട്ടും. ക്ലിയർ. ഇനി f(x) എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ x sin x ആണ്. ഇത് ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ, നിങ്ങൾക്കറിയാം x എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്നും sin x എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, ഞാൻ മുമ്പേ പറഞ്ഞു തന്നതാണ്. അപ്പൊ ഓഡ് ഇൻറ്റു ഓഡ് എന്താണ്, ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ എന്നറിയാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് ഈവൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് സൈഡിലായിട്ടൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. f(x) = x sin x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് കാണണം, f of -x കാണണം. അപ്പൊ -x ഇൻറ്റു sin of -x which is equal to -x ഇൻറ്റു -sin x എന്ന് കിട്ടുന്നു, which is equal to എന്ത് കിട്ടുന്നു, മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് x sin x എന്ന് കിട്ടുന്നു, which is equal to എന്തെന്ന് കിട്ടുന്നു, f of x എന്ന് കിട്ടുന്നു. അപ്പൊ f of -x is equal to f of x എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെന്താണ്, therefore f of x എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. f of x ഈവൻ ആവുമ്പോൾ bn ന്റെ ഉത്തരം എന്താണ്, bn ന്റെ ആൻസർ എന്താണ്, bn എന്ന് പറയുന്നത് 0 ആണ്. bn 0 ആണ്. അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസ് അപ്പൊ എങ്ങനെയായി മാറുന്നു, f of x is equal to a0/2a plus summation n is equal to 1 to infinity an എന്തായി മാറുന്നു, cos nπx/L ആയി മാറുന്നു. ഇനി ഇവിടെ L ന്റെ സ്ഥാനത്ത് എന്താണ്, പൈ കൊടുക്കുമ്പോൾ L is equal to പൈ ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഫൊറിയർ സീരീസ് f of x is equal to a0/2a plus summation n is equal to 1 to infinity an cos nx ആയി മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ a0 കാണണം, an കാണാം. ആദ്യം നമ്മൾ an കാണുന്നു, സോറി a0 കാണുന്നു. a0ന്റെ ഫോർമുല അറിയാമല്ലോ, എന്താണ്, 2/L ഇന്റഗ്രൽ 0 to L f of x dx എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 2/πa ഇന്റഗ്രൽ 0 to π f of x എന്താണ്, f of x x sin x ആണ്, x sin x dx ആണ്. നമ്മൾ എന്ത് ചെയ്യണം, x sin x dx നമുക്ക് അറിയാമല്ലോ, ബെർണോളിസ് വെച്ചിട്ട് ചെയ്യാം. 2/πa x ഇൻറ്റു sin x ന്റെ ഇന്റഗ്രൽ എന്താണ്, മൈനസ് കോസ് എക്സ് ആണ്, മൈനസ് 1 ഇൻറ്റു മൈനസ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ എക്സ് ആണ്. ക്ലോസ് ചെയ്തു, 0 to π. 2/π ഇന്റഗ്രൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പൊ -x കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 0 to π. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ പൈ കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ബ്രാക്കറ്റ് എന്താണ്, -πa കോസ് πa പ്ലസ് സൈൻ πa മൈനസ് 0 പ്ലസ് സൈൻ 0 ഇസ് ഈക്വൽ ടു 2/πa മൈനസ് πa ഇൻറ്റു കോസ് പൈയുടെ വാല്യൂ -1 ആണ്, പ്ലസ് സൈൻ പൈയുടെ വാല്യൂ 0 ആണ്, 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, 2/πa ഇൻറ്റു പൈ എന്ന് കിട്ടുന്നു. പൈയും പൈയും കട്ടായി പോയിട്ട് ആൻസർ എന്ത് കിട്ടുന്നു, 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് a0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്താണ് an കാണുക. an ഫോർമുല എന്താണ്, 2/πa ഇന്റഗ്രൽ 0 to π f of x എന്താണ്, x sin x ആണ്, ഇൻറ്റു കോസ് nx dx എന്നായി മാറത്തില്ലേ, കോസ് nπx/L ആണ്, എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ കോസ് nx dx എന്നായി മാറും. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് 2/π
0 to pi എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. ഈ സൈൻ എക്സ് കോസ് എൻ എക്സ് എന്ന് പറയുന്നത് അടുത്തൊരു ടേം ആയിട്ട് എടുക്കാം. സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ n വരുന്ന ടേം ആദ്യം അറേഞ്ച് ചെയ്ത് കോസ് എൻ എക്സ് നേരെ തിരിച്ച് കോസ് എൻ എക്സ് സൈൻ എക്സ് എന്ന് എഴുതും. ഓക്കെ, n വരുന്നത് നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 2 by pi integral 0 to pi x into cos nx into sin x dx എന്ന് എഴുതി. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോസ് എ സൈൻ ബിയുടെ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഈ സൈഡിലായിട്ടൊന്ന് എഴുതി വെക്കാം. എഴുതിക്കൊള്ളുക. കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. ഇവിടെ ഞാൻ ഇതൊന്ന് സൈഡിലായിട്ടൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതുവാണ്. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താണ്? കോസ് എൻ എക്സ് സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് എൻ എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് സൈൻ എൻ എക്സ് പ്ലസ് എക്സ് മൈനസ് സൈൻ എൻ എക്സ് മൈനസ് എക്സ് എൻ എക്സ് മൈനസ് എക്സ്. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. അതായത് 1/2 ഇൻറ്റു സൈൻ ഓഫ് ഈ എന്നിന്റെ കൂടെ എക്സ് ഇല്ലേ, അടുത്ത ടൈമിൽ എക്സ് ഇല്ല, അതിലേക്ക് വെളിയിട്ടാൽ n plus 1 into x minus sin of n minus 1 into x. n minus 1 into x ആയി മാറും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ സൈഡ് സോൾവ് ചെയ്ത് വെച്ച സാധനം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തതിന് ആ ഒരു ഭാഗത്തോട്ട് കൊടുക്കുന്നു. അപ്പൊ 2 by pi ഇന്റഗ്രൽ 0 to pi x into 1/2 ഉണ്ട്. അപ്പൊ ഈ 2 2 വെട്ടിപ്പോയെ സൈൻ ഓഫ് n plus 1 x minus sin of n minus 1 x dx. അടുത്ത സ്റ്റെപ്പിൽ 1/pi ഇന്റഗ്രൽ 0 to pi x എന്ന് പറയുന്ന ഫസ്റ്റ് ടൈമും സൈൻ n plus 1 x മൈനസ് സൈൻ ഓഫ് n minus 1 x dx എന്ന് എഴുതും. ഇത് ഞാൻ ചുമ്മാ എഴുതിയാണ്. ആ മോളിൽ എഴുതിയേക്കുന്ന സാധനം തന്നെ ഒന്ന് എടുത്ത് എഴുതിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഇതാണ് എന്റെ ഫസ്റ്റ് ടൈം, ഇതാണ് എന്റെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ് സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ടൈം. ഇപ്പൊ നമ്മൾ എന്താ ബെർണോളിസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ബെർണോളിസ് എന്താണ്? ഫസ്റ്റ് ടൈം അതേപോലെ എഴുതുന്നു, അതിനുശേഷം സെക്കൻഡ് ടൈമിന് ഇന്റഗ്രൽ എടുക്കണം, അതിനുശേഷം പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമിന് ഡെറിവേറ്റീവും സെക്കൻഡ് ടൈമിന് ഇന്റഗ്രൽ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/pi എക്സ് നമ്മൾ എഴുതുന്നു, ഫസ്റ്റ് ടൈം നമ്മൾ അതേപോലെ എഴുതുന്നു. അടുത്തതോ സൈൻ ഓഫ് n plus 1 x മൈനസ് സൈൻ ഓഫ് n minus 1 എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? സൈൻ്റെ ഇന്റഗ്രൽ എന്താ? കോസ് ഓഫ് മൈനസ് കോസ് ഓഫ് n plus 1 x ഡിവൈഡഡ് ബൈ n plus 1 മൈനസ് കോസ് ഓഫ് n minus 1 x ഡിവൈഡഡ് ബൈ n minus 1. ഓക്കെ, അടുത്ത മൈനസ് സൈൻ ഇട്ടു, ഓൾട്ടർനേറ്റർ മൈനസ് സൈൻ ഇട്ടു. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, 1. ഇവിടെ നമുക്ക് ഈ മൈനസ് മൈനസോടെ പ്ലസ് ആക്കിയിട്ട് ഇവിടെ ഒരു മൈനസും മൈനസോടെ പ്ലസ് ആയി, ഈ മൈനസും ഈ മൈനസോടെ പ്ലസ് ആയി. ഞാൻ പ്ലസ് ആക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ 1 ഇൻറ്റു സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കണ്ടേ. അപ്പൊ മൈനസ് കോസ് ഓഫ് n plus 1 x അല്ലേ, അതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈനസ് സൈൻ ഓഫ് n plus 1 x ഡിവൈഡഡ് ബൈ n plus 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു, പ്ലസ് സൈൻ ഓഫ് രണ്ട് ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കണ്ടേ,
ഡിവൈഡഡ് ബൈ n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. 0 to പൈ, 0 to പൈ ആണ്. ഇനിയിപ്പോ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് എന്താണ്? 1/π നമ്മൾ എടുത്ത് വെളിയിലിട്ടു. അപ്പർ ലിമിറ്റിനായിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, യെല്ലോ കളർ ബ്രാക്കറ്റ്, എന്നിട്ട് ഇതിനകത്ത് കൊടുക്കാൻ പോവാം. ഫസ്റ്റ് ടൈമിനകത്ത് പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സിന്റെ അവിടെ പൈ ഇൻറ്റു, ഒന്ന് വെയിറ്റ് ചെയ്യുക, പൈ ഇൻറ്റു മൈനസ് കോസ് ഓഫ് n+1 പൈ ഡിവൈഡഡ് ബൈ n+1 പ്ലസ് കോസ് ഓഫ് n-1 പൈ ഡിവൈഡഡ് ബൈ n-1 അടുത്ത മൈനസ് സൈൻ ഓഫ് n+1 പൈ ഡിവൈഡഡ് ബൈ n+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് n-1 പൈ ഡിവൈഡഡ് ബൈ n-1 ദ ഹോൾ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് ആണ്. മൈനസ് സൈൻ ഇട്ടു, ലോവർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. എക്സിന്റെ സ്ഥാനത്ത് 0 ഇടും. അപ്പൊ 0 ഇൻറ്റു ഈ കോസിന്റെ ടൈം വരുമ്പോഴത്തേക്ക് അത് 0 ആയി പോകത്തില്ലേ? ഓക്കെ, 0 ആയിപ്പോയി. അപ്പൊ അതപ്പോ എന്താണ്? ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി അല്ലേ? എക്സ് ഇൻറ്റു എന്നല്ല, അപ്പൊ എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻറ്റു, അത് 0 ആയിപ്പോയി. രണ്ടാമത്തെ ടൈം എന്താ? സൈനിന്റെ ടൈം അല്ലേ കിടക്കുന്നത്. അപ്പൊ സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 ആയിപ്പോയി. അപ്പൊ ലോവർ ലിമിറ്റ് ഫുള്ളി 0 ആയി. ഇനിയപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുക. ഇനി ഇവിടുത്തെ ഈ പൈയും ഇവിടുത്തെ ഈ പൈയും ഒന്ന് വിട്ടുക. പൈ പോയി. ബാക്കി ബാലൻസ് ഉള്ള എന്താണ്? മൈനസ് കോസ് ഓഫ് n+1 പൈ ഡിവൈഡഡ് ബൈ n+1 പ്ലസ് കോസ് ഓഫ് n-1 പൈ ഡിവൈഡഡ് ബൈ n-1 ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ പ്ലസ് സൈൻ ഓഫ് n+1 പൈ ഡിവൈഡഡ് ബൈ n+1 the whole square minus sin of n-1 പൈ ഡിവൈഡഡ് ബൈ n-1 the whole square. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് കുറച്ച് റിസൾട്ട് അറിയാം. എന്തൊക്കെ റിസൾട്ട് അറിയാം? നമ്മൾക്കിപ്പോ അറിയാവുന്ന റിസൾട്ടുകൾ കോസ് n പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. കോസ് 2n പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സൈൻ n പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സൈൻ 2n പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതായത് സൈൻ n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ സൈൻ n+1 പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ n-1 പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പൊ അതായത് ജനറലി നമുക്ക് ആ സൈനിന്റെ ടേമുകൾ എല്ലാം 0 ആയിട്ടുണ്ട്. അപ്പൊ ഇതും 0 ആയി മാറി. ഇനി ഇവിടെ നോക്കിയേ, കോസ് ഓഫ് n+1 പൈ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം കോസ് n പൈ എന്താണ്? കോസ് n പൈ -1/n ആണ്. അപ്പൊ കോസ് ഓഫ് n+1 പൈ എന്തായി മാറുന്നു? -1/n+1 ആയി മാറത്തില്ലേ? അതേപോലെ തന്നെ കോസ് ഓഫ് n-1 പൈ എന്തായി മാറുന്നു? -1/n-1 ആയി മാറത്തില്ലേ? അപ്പൊ അത് ഞാൻ കൊടുത്തോട്ടെ. ഈ ഒരു സംഭവം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോസ് ഓഫ് n+1 പൈക്ക് പകരം -1/n+1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ n+1 പ്ലസ് കോസ് ഓഫ് n-1 പൈക്ക് പകരമോ -1/n-1 ഡിവൈഡഡ് ബൈ n-1 എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ ഈ
ടേമുകൾ ഈ -1/n+1 -1/n ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. സ്പ്ലിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ടേം എന്താണ്? -1/n+1. ഈ -1/n+1 നമുക്ക് എങ്ങനെ എഴുതാം? -1/n ഇൻറ്റു -1/1 എന്ന് എഴുതാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ഈ -1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ? -1 അല്ലേ? അപ്പൊ -1/n ഇൻറ്റു -1 എന്ന് കിട്ടും. അതായത് -1/n. ഇതേപോലെ തന്നെ നിങ്ങൾ -1/n-1 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? -1/n ഇൻറ്റു -1/-1 എന്നാണ് കിട്ടുന്നത്. ഈ -1/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴെ എഴുതാം, സൈഡിലായിട്ട് എഴുതാം. -1/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, -1/- ഈ ഒരു ഇതാണ് ചെയ്യുന്നത്. -1/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഡിവൈഡഡ് ബൈ -1 എന്നല്ലേ മീനിങ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1 അല്ലേ? അപ്പൊ ഈ ഒരു വര ഇട്ടേക്കുന്നതിന് പകരം നമുക്ക് -1 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? -1/n. അതായത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്നും കിട്ടിയേ? -1/n+1 ആൻസറും -1/n-1 ആൻസറും സെയിം ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? -1/n+1 ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? Which implies -1/n+1 is equal to -1/n-1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാവോ? ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ -1/n-1 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് പകരം -1/n+1 കൊടുക്കുന്നു. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് കൊടുക്കാമല്ലോ, കൊടുക്കുവാണ്. -1/n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -1/n+1 കൊടുക്കാം. രണ്ടും ഈക്വൽ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ? -1/n+1 എടുത്ത് വെളിയിൽ ഇട്ടു. അപ്പൊ എന്ത് കിട്ടുന്നു അകത്ത്? -1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് 1/n-1 എന്ന് കിട്ടുന്നു. ഓക്കെ, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ടേം രണ്ടാമത് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു? പോസിറ്റീവ് ടേം. സ്ക്വയർ ബ്രാക്കറ്റിലെ പോസിറ്റീവ് ടേം ആദ്യം എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു? 1/n-1 -1/n+1 എന്ന് കിട്ടും. സ്ക്വയർ ബ്രാക്കറ്റ് ഒന്ന് സോൾവ് ചെയ്തേ. -1/n+1 n+1 മൈനസ് n+1 എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ n-1 ഇൻറ്റു n+1 എന്താ? a മൈനസ് ബി എ ഇൻറ്റു എ പ്ലസ് ബി എന്താണ് ഡിനോമിനേറ്ററിൽ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നു? n² മൈനസ് 1², അതായത് n² മൈനസ് 1. ഇവിടെ നമുക്ക് ഈ എന്നും എന്നും വെട്ടിപ്പോകാം. ബാക്കി എന്തുണ്ട്? 2 ഡിവൈഡഡ് ബൈ, അപ്പൊ എന്ത് കിട്ടുന്നു? -1/n+1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ n² മൈനസ് 1 ആണ് ആൻസർ. ഇവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? n=1 എന്ന് എഴുതുക. n ഒരിക്കലും 1 ആകാൻ പാടില്ല. എന്താ? ഡിനോമിനേറ്ററിൽ n² മൈനസ് 1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ n=1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 1 എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് n=1 ആകാൻ പാടില്ല. ഇതാണ് നമ്മുടെ an. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഫൊറിയർ സീരീസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്? f(x) is equal to a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos, ഇവിടുത്തെ എന്തായിരുന്നു? an cos എന്തായിരുന്നു? ഒരു സെക്കൻഡ്. an cos nx എന്ന് തന്നെയായിരുന്നു അല്ലെ? cos nx. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, an-ന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലേ? an എവിടെ മുതലാണ് തുടങ്ങുന്നത്? n=1 to infinity നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോ കിട്ടി നമ്മുടെ an എന്താണ്? n=1 മുതൽ തുടങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ n=1 ആകുന്ന വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സമ്മേഷൻ തുടങ്ങുന്ന 2 to infinity ആണ്. അപ്പൊ 2 to infinity മുതലാണ് നമ്മൾ
ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്ന എ എൻ ഇതാകുന്നത്. ഓക്കെ, അപ്പോ A1 നമ്മൾ സെപ്പറേറ്റ് കണ്ടു. A1 എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കാണുന്നു? അത് എളുപ്പമല്ലേ? നമ്മൾ ANന്റെ ഫോർമുല നമ്മൾ മുകളിലായിട്ട് എഴുതിയില്ലേ? AN എന്തായിരുന്നു? AN is equal to 2 by pi a integral 0 to pi a x into cos nx into sin x dx നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ എന്നിന്റെ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1 കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഫൊറിയർ സീരീസിനകത്ത് നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് ഫൊറിയർ സീരീസ് അപ്പൊ എങ്ങനെ മാറുന്നു? എഫ് ഓഫ് എക്സ് ഇസിക്കൽ എ നോട്ട് ബൈ 2 പ്ലസ് എൻ ഇസിക്കൽ 1 വരുമ്പോൾ ഉള്ളത് എന്താണ്? A1 കോസ് എക്സ് പ്ലസ് അടുത്ത ഇനി സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 2 to infinity AN കോസ് എൻ എക്സ് എന്ന് പറഞ്ഞു എഴുതുന്നു. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ എന്നിന്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടത് വന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള ANല് ഡിനോമിനേറ്റർ കണ്ടോ n സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ സമ്മേഷൻ n ഇസിക്കൽ 1 കൊടുത്താൽ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്താണ് 1 മൈനസ് 1 0 എന്നായി മാറുന്നു. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ n ഇസിക്കൽ 2 മുതലാണ് AN കൊടുക്കേണ്ടത്. അപ്പോൾ n ഇസിക്കൽ 1ലുള്ള ടേം ആ ഒരു സീരീസിലെ ടേം നമ്മൾ സെപ്പറേറ്റ് കാണണം. അതെങ്ങനെ കാണുന്നത്? നമ്മൾക്കറിയാം ANന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിനകത്ത് എന്നിന്റെ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A1 കിട്ടും. അപ്പോൾ 2 by pi ഇന്റഗ്രൽ 0 to pi എക്സ് കോസ് എൻ എക്സ് അപ്പൊ കോസ് എക്സ് ആയി. എന്നിന്റെ അവിടെ 1 കോസ് എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്നായി മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ കോസ് എക്സ് സൈൻ എക്സിന് ഒരു റിസൾട്ട് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടോ? സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഈ 2നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ 2x by 2 എന്ന് എഴുതാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ കോസ് എക്സ് സൈൻ എക്സിന് പകരം സൈൻ 2x by 2 കൊടുക്കാൻ പോവാം. അപ്പോൾ 2 by pi ഇന്റഗ്രൽ 0 to pi x into sin 2x by 2 dx. ഈ 2 2 വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 1 by pi ഇന്റഗ്രൽ 0 to pi x sin 2x dx എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നോർമലി നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 1 by pi x into മൈനസ് കോസ് 2x by 2 മൈനസ് 1 into മൈനസ് കോസിന്റെ എന്താണ് സൈൻ 2x by 2. ഓൾറെഡി ഒരു 2 ഉണ്ട്, അപ്പോൾ ഒരു 2 into 2 4 വന്നു. അടുത്ത ഉണ്ടോ? ഇല്ല. 0 to pi which is equal to 1 by pi minus x cos 2x by 2 plus sin 2x by 4 0 to pi. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് എന്താണ്? പൈ ആണ്. ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പൊ അത് കൊടുക്കുന്നു. 1 by pi എക്സിന്റെ അവിടെ പൈ കൊടുത്തേ, അപ്പൊ മൈനസ് പൈ കോസ് 2 pi by 2 plus sin 2 pi by 4 minus lower limit അപ്പൊ 0 plus 0 എന്നാണ് കിട്ടുന്നത്. which is equal to 1 by pi minus pi into cos 2 യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1 by 2 plus sin 2 pi എന്താണ്? 0 ആണ്. which is equal to 1 by pi into മൈനസ് പൈ ബൈ 2 എന്നാണ് കിട്ടുന്നത്. ഈ പൈയും പൈയും പോയിട്ട് ആൻസർ എന്ത് കിട്ടുന്നു? മൈനസ് 1 by 2 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനകത്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് A1 നമ്മൾ സെപ്പറേറ്റ് അല്ലേ കണ്ടേ? A1 കോസ് എക്സ് പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 2 to infinity AN കോസ് എൻ എക്സ് എന്നാണ്. എ നോട്ട് എന്താണ്? എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ്. അപ്പൊ 2 by 2 പ്ലസ് A1 എന്താണ്? മൈനസ് 1 by 2 കോസ് എക്സ് പ്ലസ്
സമ്മേഷൻ n is equal to 2 to infinity n ന്റെ വാല്യൂ എന്താണ് കിട്ടിയത് 2 into -1 raised to n plus 1 divided by n square minus 1 എന്നാണ് കിട്ടിയത് into cos nx എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് കോസ് എക്സ് ആണ്. ഇപ്പൊ എക്സ് സൈൻ എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എക്സ് കോസ് എക്സ് ഇൻ ദ ഇന്റർവെൽ find the Fourier series expansion of f of x is equal to x cos x in minus pi to pi. ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ പീരീഡ് നോക്കാം. പീരീഡ് എന്താണ് ഇവിടെ -π to π എന്ന് പറയുന്ന പീരീഡ് ആണ് കിടക്കുന്നത്. അതായത് -L2L ഫോം. അപ്പൊ ഈ -L2L ഫോം ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ പീരീഡ് എന്താണ്? പീരീഡ് 2L is equal to 2π L is equal to π ആണ്. ഇനി തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് കാണുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? -x ഇൻറ്റു എക്സ് ഉള്ളിടത്ത് -x. അപ്പൊ കോസ് ഓഫ് -x ഇസ് ഈക്വൽ ടു -x ഇൻറ്റു കോസ് ഓഫ് -x എന്താണ്? കോസ് എക്സ് ആണ്. ഇസ് ഈക്വൽ ടു -x കോസ് എക്സ് എന്ന് കിട്ടുന്നത്. അതായത് -f of x എന്നാണ് കിട്ടുന്നത്. എന്താണ് അപ്പോ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് കിട്ടി. അപ്പൊ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മുടെ ഫോറിയർ സീരീസിനകത്തുള്ള എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. സോ ദ ഫോറിയർ coefficient are given by a naught is equal to 0, an is equal to 0. bn മാത്രം കണ്ടുപിടിച്ചാൽ bn ന്റെ ഫോർമുല എന്താ? 2/π ഇന്റഗ്രൽ 0 to π. l ന്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? എക്സ് കോസ് എക്സ് ഇൻറ്റു സൈൻ nπ x/l അല്ലേ? അപ്പൊ സൈൻ nx dx എന്നാണ്. എല്ലിന്റെ അവിടെ അതായത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അറിയാമല്ലോ. 2/l ഇന്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nπ x/l dx ആണ് bn ന്റെ ഫോർമുല. അപ്പൊ അവിടെ എല്ലിന്റെ അവിടെ എല്ലാം പൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ 2/π 0 to π ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. കോസ് എക്സ് സൈൻ nx എന്ന് പറയുന്നത് ഒന്നിച്ചെഴുതുക. അതിനുശേഷം n വരുന്ന ടൈം ആദ്യം എഴുതുക. അപ്പൊ ഇത് എന്താണ്? എക്സ് ഇൻറ്റു n വരുന്ന ടൈം ആദ്യം എഴുതുമ്പോൾ സൈൻ nx ഇൻറ്റു കോസ് എക്സ് dx എന്ന് എഴുതി. സൈൻ എ കോസ് ബിയുടെ ഫോർമുല എന്താണ്? 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി എ പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 2/π ഇന്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു എന്ത് കിട്ടുന്നു? 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി എന്നല്ലേ? അപ്പൊ സൈൻ ഓഫ് n+1 എക്സ് പ്ലസ് സൈൻ ഓഫ് n-1 എക്സ് dx. അതായത് സൈൻ എ കോസ് ബി ഫോം മുമ്പ് എഴുതിയതാണ്. സൈൻ എ കോസ് ബി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഇൻറ്റു വെട്ടിപ്പോയി. അപ്പൊ എക്സ് ഇൻറ്റു സൈൻ ഓഫ് n+1 എക്സ് പ്ലസ് സൈൻ ഓഫ് n-1 എക്സ് dx എന്നാണ് വരുന്നത്. ഇതില് ഫസ്റ്റ് ടേം എന്താണ്? എക്സ് ആണ്. അത് അതേപോലെ എഴുതുന്നു. അടുത്തതിന്റെ ഇന്റഗ്രൽ എടുക്കണം. അപ്പൊ എന്ത് കിട്ടുന്നു? സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഓഫ് n+1 എക്സ് ഡിവൈഡഡ് ബൈ n+1 പ്ലസ് മൈനസ് കോസ് ഓഫ് n-1 എക്സ് ഡിവൈഡഡ് ബൈ n-1. അടുത്തത് എന്താണ്? മൈനസ് ഇട്ടു. ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് ഇട്ടു.
എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 1 ഇൻറ്റു അടുത്ത എന്താണ് മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് 1 അല്ലേ, അതിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസിന്റെ എന്താണ് സൈൻ ഓഫ് എൻ പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് മൈനസ് കോസ് ഓഫ് എൻ മൈനസ് 1 എക്സ് എന്നല്ലേ, അപ്പൊ മൈനസ് സൈൻ ഓഫ് എൻ മൈനസ് 1 എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് 0 to π. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ ഈ സൈനിന്റെ ടേമുകൾ 0 ആയി പോകത്തില്ലേ. സൈൻ എൻ പ്ലസ് 1 പൈ എന്ന് പറയുന്നത് 0 അല്ലേ. ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താണ് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്താ 0 കൊടുക്കുക, 0 ഇൻറ്റു അല്ലേ കോസിന്റെ ടൈം, അപ്പൊ അത് എന്തായി പോകും 0 ആയി. സൈനിന്റെ ടൈമിനകത്ത് ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താണ് 0 ആയി മാറും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, 1/π പൈ ഇൻറ്റു മൈനസ് കോസ് ഓഫ് n plus 1 pi divided by n plus 1 plus minus plus minus 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 cos of n minus 1 pi divided by n minus 1. ലോവർ ലിമിറ്റ് 0 ആയിപ്പോ ഈ പൈയും പോയി, ബാക്കി എന്തുണ്ട് മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് 1 പൈയുടെ വാല്യൂ എന്താണ് മൈനസ് 1 റേസ് ടു n plus 1 ഡിവൈഡഡ് ബൈ n plus 1 മൈനസ് n minus 1 പൈയുടെ വാല്യൂ എന്താണ് കോസ് ഓഫ് n minus 1 പൈയുടെ വാല്യൂ മൈനസ് 1 റേസ് ടു n minus 1 ഡിവൈഡഡ് ബൈ n minus 1 ആണ്. ഓക്കെ, ഇനി ഇപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇസ് ഈക്വൽ ടു -1, അതായത് മൈനസ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് അവിടെ എഴുതുന്നു. ഈ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് 1 റേസ് ടു n ഇൻറ്റു മൈനസ് 1 എന്ന് എഴുതാമല്ലോ, ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് എഴുതാം. മൈനസ് ഈ മൈനസ് 1 റേസ് ടു n മൈനസ് 1 എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് 1 റേസ് ടു n ഇൻറ്റു മൈനസ് 1 റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൈനസ് 1 തന്നെ അല്ലേ, ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 1 റേസ് ടു n ഡിവൈഡഡ് ബൈ n പ്ലസ് 1, ഇവിടുത്തെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ പ്ലസ് ആയി മാറിയിട്ട് മൈനസ് 1 റേസ് ടു n ഡിവൈഡഡ് ബൈ n മൈനസ് 1 മാറും. ഇനിയിപ്പോ നമുക്ക് നോക്കാം, ഇതിനകത്ത് നമുക്ക് മൈനസ് 1 റേസ് ടു n രണ്ടിലെ ടൈമിലും ഉണ്ടല്ലോ, അടുത്ത് വെളിയിൽ ഇടാൻ പറ്റത്തില്ലേ, മൈനസ് 1 റേസ് ടു n എടുത്ത് വെളിയിലിട്ടാൽ നമുക്ക് മൈനസ് 1 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1 ബൈ n മൈനസ് 1 മൈനസ് 1 റേസ് ടു n മൈനസ് 1 പ്ലസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1, വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു, മൈനസ് 1 റേസ് ടു n ഇൻറ്റു ഇത് n പ്ലസ് n എന്താണ് 2n ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് n നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പൊ bn നമുക്ക് കിട്ടിയിട്ടുണ്ട്, n നോട്ട് ഈക്വൽ ടു, അപ്പൊ b1 നമ്മൾ സെപ്പറേറ്റ് കാണണം, b1 നമ്മൾ കാണണം. അപ്പൊ b1 കാണുന്നത് എങ്ങനെയാ, bn ഫോർമുല എന്താണ്, bn ഫോർമുല നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, bn is equal to 2/π integral 0 to π x cos x into sin nx dx എന്നല്ലായിരുന്നു. ഇവിടെ b1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു, 2/π integral 0 to π x cos x into sin x dx ആണ്, which is equal to ഈ x cos x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് കൊടുക്കാം, sin 2x by 2 എന്ന് കൊടുക്കാം. അപ്പൊ 2/π integral 0 to π sin 2x x ഉണ്ട്, x into sin 2x by 2 dx. ഇതും വെട്ടിപ്പോയി, 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്തായി, 1/π ഇന്റഗ്രൽ 0 to π x into sin 2x dx എന്നായി മാറും. ഇത് നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടുന്നു, 1/π x into
സൈൻ 2x-ന്റെ ഇന്റഗ്രൽ എന്താ മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ 2x ബൈ 4 0 ടു പൈ. ഈ ബ്രാക്കറ്റിനകത്തുള്ള സൈനൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാം. അപ്പൊ മൈനസ് എക്സ് കോസ് 2x ബൈ 2 പ്ലസ് സൈൻ 2x ബൈ 4 0 ടു പൈ. ഇനിയിപ്പോ നമുക്ക് എന്താണ് വരുന്നത് 1 ബൈ പൈ അപ്പർ ലിമിറ്റ് എന്താണ് പൈ കൊടുക്കണം അല്ലേ. അപ്പൊ മൈനസ് പൈ കോസ് 2 പൈ ബൈ 2 പ്ലസ് സൈൻ 2 പൈ ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് 0 ആയി മാറുന്നു. 1 ബൈ പൈ ഇൻറ്റു മൈനസ് പൈ, ഇത് 0 ആയി മാറുന്നു. ഇതെന്ത് കിട്ടുന്നു 1 ബൈ 2. ഇതും പോയി മൈനസ് 1 ബൈ 2 എന്ന് ആൻസർ കിട്ടും. b1 ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 എന്ന് ആൻസർ കിട്ടും. ഇനിയിപ്പോ നമ്മൾ ആ ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു നമ്മൾ ആദ്യം എഴുതിയത് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി bn സൈൻ n പൈ എക്സ് പൈ എൽ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി bn സൈൻ എൻ എക്സ് എന്നായിരുന്നു എഴുതിയത് പീരീഡ് എൽ ഇസ് ഈക്വൽ പൈ ആകുമ്പോൾ. പക്ഷെ ഇവിടെ നമുക്കിപ്പോ ബി എന്നിന്റെ വാല്യൂ എന്താണ് സമ്മേഷൻ n ഇസ് ഈക്വൽ 2 മുതലേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്തായി മാറുന്നു b1 സൈൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി bn സൈൻ എക്സ് എന്നായി മാറുന്നു. b1ന്റെ ആൻസർ മൈനസ് 1 ബൈ 2 ആണ്. അപ്പൊ മൈനസ് 1 ബൈ 2 സൈൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 2 ടു ഇൻഫിനിറ്റി ബി എൻ എന്ന് പറയുന്നത് എന്താണ് മൈനസ് 1 റൈസ് ടു n 2n ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ?